കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേക പാർട്ടി ഓഫീസ് അനുവദിച്ചിരിക്കുന്നു. നിയമസഭയിൽ 3 അംഗങ്ങളുടെ പ്രാതിനിധ്യം നേടിയ സാഹചര്യത്തിലാണ് ബി.ജെ.പി. പ്രത്യേക ഓഫീസ് മുറിക്കായി സ്പീക്കറോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചത്. ഈ ആവശ്യം പരിഗണിച്ച സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്തരവിറക്കുകയും നിയമസഭാ സമുച്ചയത്തിന്റെ 3-ാം നിലയിലെ 303-ാം നമ്പർ മുറി ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസായി അനുവദിക്കുകയും ചെയ്തു. ഇതോടെ കേരള നിയമസഭയിൽ സ്വന്തം പേരിൽ പ്രത്യേക ഓഫീസ് ലഭിക്കുന്ന ആദ്യ ബി.ജെ.പി. നിയമസഭാ കക്ഷിയായി പാർട്ടി മാറി. പുതിയ ഓഫീസ് മുറിയുടെ ഉദ്ഘാടനം പ്രത്യേക പൂജകൾ നടത്താനാണ് ബി.ജെ.പി. നേതൃത്വം ആലോചിക്കുന്നത്. നിയമസഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതലകൾ വഹിക്കുന്നതിനായി ഒരു യുവമോർച്ച നേതാവിനെ ഓഫീസ് ഇൻചാർജായി നിയമിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് സൂചന. നിയമസഭാ സമ്മേളന കാലങ്ങളിൽ അംഗങ്ങളുടെ യോഗങ്ങൾ, നയരൂപീകരണ ചർച്ചകൾ, മാധ്യമ സമ്മേളനങ്ങൾ, വിവിധ രാഷ്ട്രീയ നിയമനിർമ്മാണ വിഷയങ്ങളിലെ ആലോചനകൾ എന്നിവയ്ക്കുള്ള കേന്ദ്രമായി ഈ ഓഫീസ് പ്രവർത്തിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ നിയമസഭാ സാന്നിധ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി ആദ്യമായി നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയത്. അന്ന് നിയമമണ്ഡലത്തിൽ നിന്ന് മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ വിജയിച്ച് നിയമസഭയിലെത്തിയിരുന്നു. എന്നാൽ ഒരേയൊരു അംഗം മാത്രമായിരുന്നതിനാൽ പ്രത്യേക പാർട്ടി ഓഫീസ് അനുവദിച്ചില്ല. നിയമസഭയിലെ പതിവ് ചട്ടപ്രകാരം ഒരംഗം മാത്രമുള്ള പാർട്ടിക്ക് പ്രത്യേക മുറി അനുവദിക്കുന്ന രീതി സാധാരണ നിലനിന്നിരുന്നില്ല. തുടർന്ന് നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല. അതിനാൽ പാർട്ടിയുടെ നിയമസഭാ സാന്നിധ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ഏറ്റവും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശ്രദ്ധേയമായി മുന്നേറ്റം നടത്തി 3 മണ്ഡലങ്ങളിൽ വിജയിച്ച് വീണ്ടും നിയമസഭയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു. നിയമമണ്ഡലത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വി മുരളീധരൻ, ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് ബി ഗോപകുമാർ എന്നിവരാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി വിജയിച്ച് നിയമസഭയിലെത്തിയത്. ഈ 3 അംഗങ്ങളുടെ വിജയത്തോടെയാണ് പ്രത്യേക ഓഫീസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായത്. ബി.ജെ.പി. നിയമസഭാ കക്ഷിയുടെ ഭാഗത്തു നിന്ന് സ്പീക്കർക്ക് കത്ത് നൽകി. അംഗസംഖ്യയും പാർട്ടിയുടെ നിയമസഭാ പ്രവർത്തന ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് സ്പീക്കർ പുതിയ മുറി അനുവദിച്ചത്. നിയമസഭാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുക, നിയമപ്രമേയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുക, വിവിധ വിഷയങ്ങളിൽ അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഓഫീസ് ഉപയോഗിക്കുമെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു. നിലവിൽ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച ബി ഗോപകുമാറാണ് ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ്. നിയമസഭയിലെ പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അംഗങ്ങളുടെ നിലപാടുകൾ രൂപീകരിക്കുന്നതിലും അദ്ദേഹത്തിനായിരിക്കും പ്രധാന ചുമതല. പുതിയ ഓഫീസ് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം നിയമസഭയിൽ നടന്ന ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പങ്കെടുത്തിരുന്നില്ല. എന്നാൽ നേരത്തെ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പങ്കാളിത്തം രേഖപ്പെടുത്തിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനെക്കുറിച്ച് പാർട്ടി പ്രത്യേക രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് സൂചന. കേരള നിയമസഭയിൽ പാർട്ടി ഓഫീസുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമാധികാരം സ്പീക്കർക്കാണ്. ഒരു പാർട്ടിയുടെ അംഗബലം, നിയമസഭയിലെ പ്രവർത്തന ആവശ്യകത, ലഭ്യമായ സൗകര്യങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഓഫീസ് അനുവദിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ള പാർട്ടികൾക്ക് വലിയ മുറികളും അംഗസംഖ്യ കുറവുള്ള പാർട്ടികൾക്ക് ചെറിയ മുറികളും നൽകുന്ന രീതിയാണ് സാധാരണ പിന്തുടരുന്നത്. ഒരംഗം മാത്രമുള്ള പാർട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ഓഫീസ് അനുവദിക്കുന്ന പതിവുമില്ല. അത്തരം അംഗങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ആ മുന്നണിക്ക് അനുവദിച്ചിരിക്കുന്ന ഓഫീസ് സൗകര്യങ്ങൾ ഉപയോഗിക്കാറാണ് പതിവ്. സ്വതന്ത്ര അംഗങ്ങൾക്കും ഏകാംഗ പാർട്ടികൾക്കും സാധാരണയായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പൊതുമുറികളോ കോമൺ സൗകര്യങ്ങളോ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ 3 അംഗങ്ങളുമായി നിയമസഭയിലെത്തിയ ബി.ജെ.പിക്ക് പ്രത്യേക ഓഫീസ് ലഭിച്ചത് പാർട്ടിയുടെ നിയമസഭാ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭാവിയിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ വിജയിച്ച് നിയമസഭയിൽ വലിയ സാന്നിധ്യം ഉറപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസവും ബി.ജെ.പി. നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. പുതിയ ഓഫീസ് പാർട്ടിയുടെ നിയമസഭാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ചിട്ടയും ഏകോപനവും നൽകുന്നതിനൊപ്പം കേരള നിയമസഭയിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ സാന്നിധ്യത്തിന്റെ പ്രതീകമായി മാറുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.